ഷാലോം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാ ഗീതികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരാധനാ ഗീതികളുടെ നിറസാന്നിധ്യമായ ആൻഡേഴ്സൺ ചേട്ടൻ നമ്മോടൊപ്പമുണ്ട്. ചേട്ടനോടൊപ്പം നമ്മുടെ പ്രിയ സ്വർഗീയ ഗായകരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാതാവിൻ്റെ ഒരു മനോഹരമായ ഒരു ഗാനമാണല്ലേ പഠിച്ചതും ആലപിച്ചതും. അപ്പം അതിൽ തന്നെ നമ്മുടെ ജീവിതമൊക്കെ എത്രയൊക്കെ ധന്യതയേറിയതാണെന്നുള്ള വ്യക്തമാക്കി തരുന്നൊരു ഗാനമായിരുന്നു അത്. നമ്മളെല്ലാവരെയും വളരെ ഇമോഷണലാക്കിയ നമ്മുടെ അനീഷ ചേച്ചി പാടിയ പാട്ടാണ് അത്. നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇതിനോടകം അവരത് ഏറ്റെടുത്ത് കഴിഞ്ഞു. മാതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കാൻ കഴിയുന്ന മനോഹരമായൊരു പാട്ട് എല്ലാവരും ചേർന്ന് വളരെ നല്ല രീതിയിൽ തന്നെ അത് ആലപിക്കുകയുണ്ടായി. എല്ലാവർക്കും ആ രീതിയിൽ തന്നെ തോന്നുന്നുണ്ടോ? അനുസേട്ട, കഴിഞ്ഞ എപ്പിസോഡിൽ മാതാവിൻ്റെ ഗാനമായിരുന്നല്ലോ ആലപിച്ചിരുന്നത്. അപ്പോൾ ആ മാതാവിൻ്റെ ഗാനം ആലപിച്ചപ്പോൾ അതിലൊരു വരികൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച വരിയായിരുന്നു. ആരുമില്ലാതേകയായി ഞാനലഞ്ഞപ്പോൾ നീ എൻ ചാരേ വന്നണഞ്ഞ് സ്വാന്തനം നൽകി. ഈ വരിയിൽ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഡെലിവറി സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ നടുവിന് ഒരു ഡിസ്ക് ബൾജ് ചെയ്തിട്ട് അങ്ങനെ ഒരു സർജറി എനിക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിൽ സർജറി 1 വർഷം കഴിഞ്ഞിട്ടാണ് നടുവിന് വേദനയായിട്ട് ആ വർഷ കാലഘട്ടത്തിൽ ഞാൻ കിടന്നു പോയായിരുന്നു. അവസാനമാണ് രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് സർജറി ചെയ്തത്. അതിനുശേഷം എനിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, കിടന്ന കിടപ്പിലായിരുന്നു. ആ സമയത്താണ് ഞാൻ പാട്ടിൻ്റെ ലോകത്തേക്ക് ഞാൻ വന്നതും പാട്ട് പഠിക്കാനും അതിലെ കാര്യങ്ങൾ അറിയുവാനും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ആ പാട്ട് ശരിക്കും എനിക്കൊരു മിറക്കിളായിരുന്നു. കാരണം ആ പാട്ട് പഠിക്കാൻ പോകുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ഭർത്താവായിരുന്നു എനിക്ക് സപ്പോർട്ടായിരുന്നത്. എന്നെ കൂടെ കൊണ്ടുപോകാനും ആ പാട്ടിൻ്റെ ആ വരി ഓരോ സമയത്തും എൻ്റെ കൂടെ നടന്നതും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു. അതുമാത്രമല്ല, ഈ വേദിയിൽ വരാനും എൻ്റെ കൂടെ വന്ന് സപ്പോർട്ടായിട്ട് ഈ വേദിയിൽ നിൽക്കാനും ഷാലോമിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചത് ഈ ഒരു ഗാനം ആലപിച്ചപ്പോൾ എനിക്കത് വലിയൊരു അനുഭവമായി മാറിയായിരുന്നു. അത് മാതാവിനോട് വലിയ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. നമ്മളെ പ്രാർത്ഥനകൾ ആരായാലും അത് മധ്യസ്ഥം യാചിച്ചാൽ മാതാവിൽ നിന്ന് നമുക്കത്, യേശുവിൽ നിന്നും നമുക്കത് ലഭിക്കും. അതെ, ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ഗായകരും ഒക്കെ അവരുടെ ജീവിതത്തിലൊക്കെ ഈശോയുടെ മാതാവിൻ്റെ ഒരു അനുഭവം പങ്കുവെച്ച സമയങ്ങളാണ് അവരൊക്കെ. അപ്പം അനുഭവമില്ലാത്ത ആരും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ആരും തന്നെ ഇല്ല. അപ്പം അത് ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ ഇങ്ങനൊരു വേദിയിൽ അത് വന്ന് പറയാനായിട്ട് അവർ കാണിക്കുന്ന ഒരു മനസ്സ് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം മാതാവിനെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ജീവിതത്തിൽ ഏത് നിമിഷത്തും നമുക്കതിൻ്റെ ഗുണമുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വാസ്തവം. ആ വരികളിലൂടെ അന്നത്തെ സിറ്റുവേഷൻ ഓർത്തു. തീർച്ചയായിട്ടും. ആൻഡേഴ്സൺ ചേട്ടാ, നമ്മൾ ഇന്ന് ഏത് പാട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്? ഞാൻ അതിൻ്റെ ലൈൻസ് ഒന്ന് പാടാം. മൽക്കീസദേക്കിൻ്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. ഒരു കാഴ്ചവെപ്പ് ഗാനമാണ്, കാഴ്ചവെപ്പിൻ്റെ ഗാനം. അപ്പം നമ്മൾ ഇതിനു മുൻപും കാഴ്ചവെപ്പിൻ്റെ ഗാനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ, അപ്പം അതിൻ്റെയൊക്കെ വരികളിലുള്ള ഒരു പ്രാധാന്യവും, അപ്പം അതും ഈ പാട്ടും അത്രത്തോളം വരികൾക്കൊക്കെയുള്ള ആ ഒരു പ്രാധാന്യമേറിയ ഒരു ഗാനമാണെന്ന് വിശ്വസിച്ച് നമുക്ക് തുടങ്ങാം അല്ലേ? അതെ, തീർച്ചയായും. അപ്പം ഞാൻ പാടിത്തരാം. മൽക്കീസദേക്കിൻ്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയായി കാണിക്കയായി എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. ഇതാണ് എൻ്റെ പല്ലവി. ഇപ്പോൾ നമുക്കൊന്നുകൂടെ പാടാം. ഞാൻ ആദ്യത്തെ ലൈൻ പാടിത്തരാം. മൽക്കീസദേക്കിൻ്റെ ബലി പോൽ പാടാം.
മൽക്കീസദേക്കിന്റെ ബലി പോൽ മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥ ഈ അപ്പവും ഈ വീഞ്ഞതും നാഥ ഈ അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ ഞാൻ കാഴ്ചയേകുന്നിതാ. അപ്പൊ അത്രയും ഒന്നുകൂടെ പാടാം. മൽക്കീസദേക്കിന്റെ ബലി പോൽ മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥ ഈ അപ്പവും ഈ വീഞ്ഞതും നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയായി പാടാം. തിരുമുൻപിൽ കാഴ്ചയായി തുടക്കത്തിന്റെ നോട്ട്. തിരുമുൻപിൽ കാഴ്ചയായി തിരുമുൻപിൽ കാഴ്ചയായി കാണിക്കയായി ശ്രുതി. തിരുമുൻപിൽ കാഴ്ചയായി പാടാം. തിരുമുൻപിൽ കാഴ്ചയായി കാണിക്കയായി എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. ആദ്യം പോലെ പാടാം. മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥ ഈ അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയായി കാണിക്കയായി എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. അത്രയും ക്ലിയർ ആയോ? ചേട്ടാ, ഈ ഗാനത്തിൻ്റെ ആദ്യം മെൽക്കീസദേക്കിൻ്റെ ബലി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. ഈ മെൽക്കീസദേക്കിൻ്റെ ബലി അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മൽക്കീസദേക്ക് സാലോം രാജാവായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അദ്ദേഹം അപ്പവും വീഞ്ഞും സമർപ്പിച്ചതിനെ കുറിച്ചാണ് ഉൽപ്പത്തി 14:18, സങ്കീർത്തനങ്ങൾ 110:4, ഹെബ്രായർ 5:6 തുടങ്ങി പല ഭാഗങ്ങളിലും ഈ മൽക്കീസദേക്കിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആദ്യത്തെ കാഴ്ചവെപ്പ് ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? കായനും ആബേലും. ആബേലിൻ്റെ ബലി സ്വീകരിച്ചു, കായൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. ഇവിടെ അപ്പവും വീഞ്ഞുമാണ് മൽക്കീസദേക്ക് ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ആ ഭാഗങ്ങളിൽ വിവരിക്കുന്നത്. അതുതന്നെയാണ് ഈ പാട്ടിലും കൊടുത്തിരിക്കുന്നത്. അപ്പവും വീഞ്ഞും നമ്മൾ ദിവ്യബലി സമയത്ത് കാഴ്ചയായി വെക്കുന്നതും അതുതന്നെയാണ്. ഓക്കെ, നമുക്കതിൻ്റെ അടുത്ത ലൈനിലേക്ക് പോവാം. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവ
വസ്തുവായി സ്വീകരിക്കൂ. പാടാം. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. വളരെ മനോഹരമാണ്. സാധാരണ പാട്ടുകളിൽ നമ്മുടെ ബന്ധുക്കളെയോ ഉറ്റവരെയോ ഒന്നും അങ്ങനെ പരാമർശിക്കപ്പെടാറില്ല. ഇവിടെ അങ്ങനെ ഒരു വരികളുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആ ഒരു ഫീലിൽ പാടാം. ഉറ്റവരെയും ഉടയവരെയും. പാടാം. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. മണ്ണും വിളവും ജീവമാർഗങ്ങളും. മണ്ണും വിളവും ജീവമാർഗങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കൂ. സ്വീകരിച്ചനുഗ്രഹിക്കൂ. നാഥ സ്വീകരിച്ചനുഗ്രഹിക്കൂ. നാഥ സ്വീകരിച്ചനുഗ്രഹിക്കൂ. ആ മണ്ണും വിളവും ആകുമ്പോഴൊന്ന് പാടാം. മണ്ണും വിളവും ജീവമാർഗങ്ങളും. റിപ്പീറ്റ്. മണ്ണും വിളവും ജീവമാർഗങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കൂ. നാഥ സ്വീകരിച്ചനുഗ്രഹിക്കൂ. ഇവിടെ ആ വരികളിൽ വളരെ പ്രാധാന്യമുണ്ട്. ആ അത്രയും വരികളിൽ അല്ലേ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ എന്താണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, മണ്ണും ഭൂമിയും വിളവും ജീവമാർഗങ്ങളും എല്ലാ ഉപകരണങ്ങളും എല്ലാത്തിനെയും സമർപ്പിക്കുന്ന ഒരു സമയമാണ്. അതാണ് ആ വരികളിലൂടെ പ്രകടമാക്കുന്നത്. ഇപ്പോൾ ഒന്നുള്ള ലൈൻസ് ഒന്ന് പാടാം, ഒരുമിച്ച് പാടാം. 1 2 3 2 2 3. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. മണ്ണും വിളവും ജീവമാർഗങ്ങളും. മണ്ണും വിളവും ജീവമാർഗങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കൂ. നാഥ സ്വീകരിച്ചനുഗ്രഹിക്കൂ. ഇത്രയും ക്ലിയർ ആയോ? ഈ പാട്ട് എഴുതിയിരിക്കുന്നത് കാസർഗോഡുള്ള ഒരു ലീലാമ്മ ടീച്ചറാണ്. ടീച്ചർ ഒരു ദിവസം ഞാനിങ്ങനെ ഇവിടുന്ന് ശാലമയിൽ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നതും വാട്സാപ്പിലേക്ക് ഈ പാട്ടിൻ്റെ വരികൾ അയച്ചു തരുന്നു. അപ്പോൾ അത്യാവശ്യമാണെന്ന് പറയുകയും ചെയ്തു. കെസ്റ്ററിനെ കൊണ്ട് പാടിക്കേണ്ട ഒരു പാട്ടാണ്, ആ രീതിയിൽ വേണം ചെയ്യാനെന്നും ഒരു നിർദ്ദേശവും നൽകി. ഈ പാട്ടിൻ്റെ ട്യൂൺ ഉണ്ടാക്കുന്നത് ഏകദേശം ഞാൻ ട്രെയിനിൽ ഇരുന്നുള്ള, ഈ ട്രെയിനകത്ത് കയറി കഴിഞ്ഞാൽ വേറൊരു താളമാണ് അല്ലേ, ഒരു 4/4 സ്റ്റൈലുള്ളൊരു താളമാണ് ട്രെയിനിൻ്റെ ശബ്ദത്തിന്. അപ്പോൾ ആളമായിട്ടുള്ളൊരു താളമുണ്ട് അതിന്. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാതെ ഒരു 3/4 താളമാണ് ഇതിന് ഫിക്സ് ചെയ്തത്. മറ്റ് ഒന്നും ശ്രദ്ധിച്ചില്ല, അടുത്തിരുന്നവരെ പോലും ശ്രദ്ധിക്കാതെ ഈ പാട്ടിൻ്റെ വരികൾക്കൊരു ഔട്ട്ലൈൻ ഇട്ട് വെച്ചു. പിന്നെ പിറ്റേ ദിവസം വീട്ടിൽ ചെന്നിട്ടാണ് അത് റെക്കോർഡ് ചെയ്ത് കെസ്റ്റർ പാടുന്നതുകൊണ്ട് കെസ്റ്ററിന് അത് അയച്ചു കൊടുത്തു. കെസ്റ്ററാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ലൈനിലേക്ക് പോവാം. പാപങ്ങളും രോഗദുരിതങ്ങളും എൻ കാഴ്ചയായിന്നു നൽകിടാം ഞാൻ. പാടാം. പാപങ്ങളും രോഗദുരിതങ്ങളും എൻ കാഴ്ചയായിന്നു നൽകിടാം ഞാൻ. ഒന്നുകൂടെ. പാപങ്ങളും രോഗദുരിതങ്ങളും. രണ്ടാമത് പാടുമ്പോൾ രോഗദുരിതങ്ങളും
പാപങ്ങളും രോഗദുരിതങ്ങളും എൻ കാഴ്ചയായിന്നു നൽകിടാം ഞാൻ. ഭാവിയും ഭൂതവും വർത്തമാനങ്ങളും, ഭാവിയും ഭൂതവും വർത്തമാനങ്ങളും. അപ്പൊ ലൈൻ 2 പ്രാവശ്യമുണ്ട്, അത് പാടാം. ഭാവിയും ഭൂതവും വർത്തമാനങ്ങളും, ഭാവിയും ഭൂതവും വർത്തമാനങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കൂ നാഥ, സ്വീകരിച്ചനുഗ്രഹിക്കൂ. സ്വീകരിച്ചനുഗ്രഹിക്കൂ നാഥ, സ്വീകരിച്ചനുഗ്രഹിക്കൂ. ഇതിൻ്റെ ഈ വരികൾ കണ്ടപ്പോൾ എനിക്ക് ഈ ഭാവി ഭൂതം വർത്തമാനം പെട്ടെന്ന് പണ്ട് സ്കൂളിൽ മലയാളം ഇതിൽ പഠിച്ച ഒരു ഓർമ്മ വന്നു. ഇതൊക്കെ എന്തിനാ ഇതിനകത്ത് വരുന്നതെന്ന് ചിന്തിച്ചു പോയി ഞാൻ. പക്ഷെ പിന്നെ എൻ്റെ വലിയ അർത്ഥം എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതും ഇപ്പോൾ നടക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണിത്. അതാണ് വലിയ അർത്ഥമാണ് ടീച്ചർ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിൻ്റെ ആ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് പാടാം. പല്ലവി മറന്നോ? മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ തിരുമുൻപിൽ കാഴ്ചയാ കാണിക്കയാ എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. ഓക്കെ, എല്ലാം പഠിച്ചോ? എവിടെയെങ്കിലും സംശയം ഉണ്ടോ? വളരെ ഒരു അർത്ഥവത്തേറിയൊരു ഗാനമാണല്ലേ ചേട്ടാ ഇത്. നമുക്ക് ദൈവം നൽകിയ ചെറിയൊരു ജീവിതമാണ് നമ്മുടെ ആകെയുള്ളത്. അതിൽ ഓരോ നിമിഷവും നമ്മെ സംരക്ഷിക്കുന്ന ഈശോയും മാതാവും, ഒപ്പം നമ്മുടെ ഈ ചെറിയ ജീവിതം തന്നെ തിരിച്ച് കാഴ്ചയായിട്ട് നമ്മുടെ നാഥനെ തിരികെ ഏൽപ്പിക്കാൻ വളരെ കടപ്പെട്ടവരാണ് നമ്മളെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമാണിത്. നമ്മുടെ സമ്പത്തും എല്ലാത്തിനും പ്രത്യേകം പറയുന്നുണ്ടല്ലോ, മണ്ണും വിളവും ജീവമാർഗങ്ങളും അല്ലെ നമ്മളുടെ നമുക്കുള്ളത് മുഴുവനും. അതെ. അപ്പം നമ്മൾ പാട്ടെല്ലാം പഠിച്ചു ചേട്ടാ. ഇപ്പം നമ്മൾ ആകാംക്ഷയോടെ ഞാനും വെയിറ്റ് ചെയ്യാണ് നമുക്ക് ഈ ഒരു പാട്ട് ഒരുമിച്ച് പാടുന്നതിന് വേണ്ടി. അപ്പം എങ്ങനെയാണ് ചേട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞു കെസ്റ്റർ സാറ് പാടിയ പാട്ടാണ്. അപ്പോൾ അത് മനോഹരമായി പാടി വെച്ചിരിക്കുന്ന ഗാനമാണ്. നമുക്കിത് രാകേഷ് ആലപ്പുഴക്കാരനാണ്. അതെ, രാകേഷ് പാടി എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ശരി ചേട്ടാ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പാടാം അല്ലേ? രാകേഷ് ചേട്ടൻ ലീഡ് ചെയ്ത് നമ്മൾ പാടുന്ന പാട്ടാണ്. ഓക്കെ ചേട്ടാ. മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയാ കാണിക്കയാ എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. മൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും
ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. മണ്ണും വിളവും ജീവമാർഗങ്ങളും, മണ്ണും വിളവും ജീവമാർഗങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കൂ. നാഥ സ്വീകരിച്ചനുഗ്രഹിക്കൂ. മെൽക്കീസദേക്കിന്റെ ബലി പോ നാഥ, ഈ അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. പാപങ്ങളും രോഗദുരിതങ്ങളും എൻ കാഴ്ചയായി ഇന്നു നൽകിടാം ഞാൻ. പാപങ്ങളും രോഗദുരിതങ്ങളും എൻ കാഴ്ചയായി ഇന്നു നൽകിടാം ഞാൻ. ഭാവിയും ഭൂതവും വർത്തമാനങ്ങളും, ഭാവിയും ഭൂതവും വർത്തമാനങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കൂ. നാഥ സ്വീകരിച്ചനുഗ്രഹിക്കൂ. മെൽക്കീസദേക്കിന്റെ ബലി പോ നാഥ, ഈ അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയാ കാണിക്കയാ എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. മെൽക്കീസദേക്കിന്റെ ബലി പോ നാഥ, ഈ അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. സത്യം പറഞ്ഞാൽ കാഴ്ചവെപ്പിൻ്റെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഈശോയ്ക്ക് ഒരു കാഴ്ച വസ്തുവായി സമർപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പ്രാധാന്യത്തെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മനോഹരമായൊരു പാട്ടായിരുന്നു അല്ലേ ഇത്. അപ്പോൾ നമ്മുടെ രാകേഷ് ചേട്ടനാണ് അത് ലീഡ് ചെയ്ത് പാടിയത്. അപ്പോൾ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം, കാരണം കെസ്റ്റർ പോലുള്ളൊരു മഹത്തൊരു വ്യക്തിത്വം പാടിയൊരു പാട്ടാണ്. അപ്പോൾ അതേ പാട്ട് ഈ വേദിയിൽ ഇന്ന് ലീഡ് ചെയ്ത് പാടാനായിട്ട് കിട്ടിയൊരു അവസരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? രാകേഷ് അത് വളരെ മനോഹരമായിട്ടത് പാടി. അതെ, താങ്ക് യു ചേട്ടാ. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, കെസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗറാണ്. പിന്നെ അതുപോലെ തന്നെ ചേട്ടനോട് പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പാട്ട് എന്നെക്കൊണ്ട് പാടിപ്പിച്ചാൽ, അതായത് എനിക്ക് അവസരം തരുമോയെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് പാടുന്ന പാട്ടാണെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും ഒരുമിച്ചുള്ള ഇതായിരുന്നു. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവഹിതം പോലെ തന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞു, രാകേഷ് അത് പാടിക്കൊള്ളാൻ. ഒത്തിരി നന്ദിയുണ്ട്, ദൈവത്തോടും ഒത്തിരി നന്ദി പറയുന്നു ചേട്ടാ. അതെ, വളരെ മനോഹരമായിട്ട് തന്നെ ആ പാട്ട് ഇവിടെ പാടി. എല്ലാവരും അതിനോട് ചേർന്ന് അവരോടൊപ്പം നിന്നു. നമുക്ക് കോറസ് ആയിട്ട് പാടാം. നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർ സോളോ ആയിട്ടാണ് കൂടുതൽ പാട്ടുകൾ പാടുന്നത്. സംസാരിച്ച കാര്യമാണ്. പക്ഷെ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ഇപ്പൊ അത് സോളോ ആയിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷെ ഇതുപോലെ വേണം പള്ളികളിൽ
ഒന്നിച്ച് ആലപിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭൂതിയല്ലേ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം എല്ലാവരും അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കട്ടെ. അപ്പം ഇന്ന് മനോഹരമായിട്ട് തന്നെ രാകേഷ് ചേട്ടൻ ഈ പാട്ട് പാടി നമ്മുടെ പ്രേക്ഷകരും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ പാട്ട്. അപ്പം ഇത്രയും മനോഹരമായൊരു ഗാനം ഞങ്ങളെ പഠിപ്പിച്ച ആൻഡേഴ്സൺ ചേട്ടനും അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നിച്ച് വളരെ മനോഹരമായിട്ട് ഈ പാട്ട് പാടിയപ്പോൾ നമ്മുടെ സ്വർഗീയ ഗായകരെയും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്നു. പുതിയൊരു എപ്പിസോഡിൽ പുതുമയുള്ളൊരു ഗാനവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാരൂപിയിലായിരിക്കാം. അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. മെൽക്കീസദേക്കിന്റെ ബലി പോ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയാ കാണിക്കയാ എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. മെൽക്കീസദേക്കിന്റെ ബലി പോ